ഒരു പത്തനംതിട്ടക്കാരിയായിട്ട് ഇത്രയും കാലം എനിക്ക് നടക്കാതെ പോയൊരാഗ്രഹം ഇന്ന് സാധിച്ചു. ഇന്നല്ല, ഒരു 3 ദിവസത്തിന് മുന്നേ. ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന സമയത്ത് വള്ളസദ്യയുടെ കൂപ്പൺ കിട്ടി. നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ വള്ളസദ്യ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പാസ് തന്ന് അങ്ങനെ സദ്യക്ക് കയറി. ഇരുന്നപ്പോൾ തന്നെ ഇലയിലെ വിഭവങ്ങളൊക്കെ നോക്കി. ഒരുപാട് വിഭവങ്ങൾ ഉണ്ടായിരുന്നു. ചോറ് വരാൻ താമസിച്ചത് കൊണ്ട് തന്നെ ഇലയിലുണ്ടായിരുന്ന കരിമ്പ്, ഇത് അടയാണെന്ന് തോന്നുന്നു, ചെറിയൊരു പരിപ്പ് വട, പിന്നെ ഇതേ കൽക്കണ്ടം, എള്ളുണ്ട, ഉപ്പേരി, ശർക്കര വരട്ടി, ചേമ്പ് വറുത്തത്, കപ്പ വറുത്തത്, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് ചോറ് വന്നു. ചോറിനെ 2ആയിട്ട് മാറ്റി വെച്ചു. പരിപ്പ് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പോർഷൻ വെച്ചു. പരിപ്പും പപ്പടവും നെയ്യും കൂട്ടിയിട്ട് ആദ്യത്തേത് അങ്ങോട്ട് കഴിച്ചു. പിന്നെ അടുത്തിരുന്ന ചോറിനെ 2ആക്കിയിട്ട് അടുത്ത സാമ്പാർ വന്നു. സാമ്പാർ കൂട്ടി കഴിച്ചു. തൊട്ട് പിറകെ തന്നെ പ്രഥമനും ഉണ്ടായിരുന്നു. പപ്പടവും പഴവും കൂട്ടിയിട്ട് നമ്മുടെ പ്രഥമൻ അങ്ങോട്ട് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അടുത്ത പായസം വന്നു, കടലപ്പായസം. അതിൻ്റെ കൂടെ തന്നെ പഴം പ്രഥമന് പാൽപ്പായസവും വന്നു. നമുക്ക് വേണമെങ്കിൽ ഇനിയും കൊണ്ടുതരും കേട്ടോ. ഇതിപ്പോൾ കഴിക്കാൻ നമുക്ക് അത്രേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കുറച്ചായിട്ട് വാങ്ങിയത്. അടുത്തിരുന്ന ഇത്തിരി ചോറിലേക്ക് പുളിശ്ശേരിയും രസവും കൂടെ ഒഴിച്ച് അതും കഴിച്ചു. ഗ്ലാസ്സിലോട്ട് പച്ചമോരും വാങ്ങി. ഇത് വിളക്കിന് മുന്നിൽ വിളമ്പിയിരിക്കുന്ന വിഭവങ്ങളാണ് കേട്ടോ. ഈ ഇലയിൽ നമ്മുടെ ഇലയിൽ ഉണ്ടായിരുന്നതിനെക്കാട്ടിലും കൂടുതൽ കറികളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും വർഷങ്ങളായിട്ടുള്ളൊരാഗ്രഹമായിരുന്നു. അതെന്തായാലും ഈ ഓണത്തിന് പൂർത്തിയായി. തിരുവാറന്മുളയപ്പൻ്റെ വള്ളസദ്യയും കഴിച്ചു.